നമ്മളെല്ലാവരും അവളുടെ മുന്നിൽ മുട്ടുകുത്തണമെന്ന് ബ്രോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. എങ്കിലും ബ്രോയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ പോയി വിളിക്കാം. വേണ്ട, നിനക്ക് ശരിയെന്ന് തോന്നുന്നേ നീ ചെയ്യാവൂ. ആരെങ്കിലും പറയുന്ന കേട്ട് ജീവിക്കേണ്ടതല്ല ഈ ജീവിതം. അത് അവനവന്റെ തീരുമാനത്തിൽ മുന്നോട്ട് പോയാലേ ശാശ്വതാവുള്ളൂ. അല്ല, ശാലിനി എന്താ ഒന്നും പറയാതെ പോയത്? ഏയ്, കളക്ടറല്ലേടാ, ടെൻഷൻ ഒരുപാട് കാണും. ജോലി വരും ചുമന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പൊ കേറി വന്നിരിക്കുന്നത്. ആ, അത് പോട്ടെ. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. എടാ, നീ ഇങ്ങനെ നടയിലിരിക്കേണ്ട ആളല്ല. ഒരാൾക്ക് മുന്നിൽ മുട്ടുമടക്കിക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല. എടാ, അത് മാത്രമല്ല, നിന്നെ ഇങ്ങനെ പുറത്തിരുത്തിയിട്ട് ആരും അകത്തിരുന്ന് ആഹാരം കഴിക്കൂല. നീ വന്നേ, വാ. അതല്ല ബ്രോ, നീ വന്നേ. സത്യമ്മ അത്രയും ദേഷ്യപ്പെട്ടാ പറഞ്ഞിരിക്കുന്നത്. എടാ, അത് നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അവൾ ഒരു തരത്തിൽ അടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? എടാ, ഭൂമിയുള്ള ഒരു മനുഷ്യന് താഴാൻ പറ്റും, പിന്നെയും ചവിട്ടിയാ നമ്മൾ എന്താ ചെയ്യാ? അതാണ് ഇപ്പൊ നിന്റെ അവസ്ഥ എന്ന് ഞാൻ അമ്മോട് പറഞ്ഞ് മനസ്സിലാക്കിയോളാം. അല്ലാതെ ബുദ്ധിമോശം കാണിച്ച് വടിവാളും കൊണ്ട് അവന്റെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കുകയല്ലടാ വേണ്ടത്. എന്നിട്ട് എന്താ ഇവിടെ നടന്നത്? നിന്റെ കൈ വിറച്ചു, നിന്റെ നെഞ്ചു പിടച്ചു, കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. അത് മനസ്സിലാക്കി അവൻ കളിച്ചു. ആയുധം കയ്യിൽ നിന്ന് പോകുന്നത് യോദ്ധാവിന്റെ പരാജയമല്ല, മരണം തന്നെയാണ്. നമ്മളെക്കാൾ നമ്മുടെ ശത്രു ഒരു പടി മുന്നിലാണെന്ന് തോന്നുമ്പോ അപ്പ വിട്ടേക്കണം. അവിടെ പിന്നെ മസിൽ പവറിനല്ല സ്ഥാനം, മനസ്സിന്റെ പവറിന്. അങ്ങനെ ചിന്തിക്കണമായിരുന്നു നീ. പക്ഷേ നീ ചിന്തിച്ചില്ലല്ലോ. എടാ, ശിവൻ കളിക്കാൻ അറിയാവുന്നവനാ. അവന്റെ അച്ഛൻ അതിനേക്കാൾ തന്റെ ഇടമുള്ളവനാ. രണ്ടുപേരും ഏതറ്റം വരെ പോകുമെന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാ ഈ യോഹന്നാൻ ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേരും ചെറിയ ബോംബിൽ പൊട്ടിത്തീരുന്നവരല്ല. ആറ്റം ബോംബുണ്ടോ എന്റെ മോന്റെ കയ്യിൽ? ഉണ്ടോ? ആറ്റം ബോംബ് അതിലെ ഒടുങ്ങുമെന്ന് വാശി പിടിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് പൊട്ടാസ് പടക്കവും കൊണ്ട് പോകരുതടാ. ഉണ്ടാക്കണം, അതിന് സമയം വേണം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ലില്ലേടാ. പക്ഷേ നമ്മുടെ കുടുംബത്ത് കയറിയല്ലേപ്പാ അവനൊക്കെ ഈ വെല്ലുവിളി നടത്തിയത്. ഇതൊക്കെ പുറത്തറിഞ്ഞ ഈ മീശ വെച്ചിട്ട് ആണാണെന്ന് പറഞ്ഞ് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്? എടാ മക്കളെ, എങ്കിൽ നീ മീശ എങ്ങെടുത്തേക്ക്. ഇന്നത്തെ നിന്റെ പ്രകടനം കണ്ടപ്പോ എനിക്കും തോന്നിയതാ നിന്റെ മുഖത്ത് ഈ മീശ ഒരിക്കലും യോജിക്കത്തില്ല. അതപ്പം പറഞ്ഞത് കറക്റ്റ്. ഇത് എന്റെ അടുത്ത് കാണിക്കേണ്ടതല്ല, ആ വന്നവരുടെ അടുത്ത്, ആ ശിവന്റെ മുന്നില് കാണിച്ചില്ലല്ലോ. കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അയാളെ വേറെ ലെവലാ. നിങ്ങൾ നോക്കിക്കോ, ഏതെങ്കിലും ഒരു ദിവസം വഴിവക്കിലവൻ ചത്തുമലച്ച് കിടന്ന പിന്നൊന്നും ചിന്തിക്കണ്ട, അതെന്റെ ഈ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എടാ മോനെ ആന്റണി, എടാ നീ എന്റെ മകൻ തന്നെയാണോ? അപ്പ
എന്റെ ഒരു ബുദ്ധിയും നിനക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ നിനക്ക് സഞ്ചരിക്കാനും പറ്റുന്നില്ല. ഇന്നലെ വരെ യോഹന്നാൻ കളിച്ച കളിയല്ല ഇനി കളിക്കാൻ പോകുന്നത്. തന്ത്രവും കുതന്ത്രവും അതിനൊപ്പം ഒളിപ്പോരും കൂടി ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബുദ്ധിയാണ് വേണ്ടത്. മഹേന്ദ്രൻ എന്നെ ടാർഗറ്റ് ചെയ്താൽ ഞാൻ അവന്റെ മകനെ ടാർഗറ്റ് ചെയ്യും. ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. അവനെ നമ്മൾ അടിച്ചിട്ടല്ല മിടുക്ക് കാണിക്കേണ്ടത്. അവൻ അടി കൊടുക്കേണ്ടവരെ അവനെ കൊണ്ട് അടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ബുദ്ധിയുള്ളവന്റെ നീക്കം. ഇനിയുള്ള കളികൾ അതിനാണ്. എന്റെ പൊന്നുമക്കൾ കണ്ടോ, മാണിക്കോത്ത് കുടുംബം ഞാൻ തിരിച്ചു മറിച്ചു വയ്ക്കും. ഒരു കൂട്ടബലി അവിടെ ഉടനെ നടക്കും.